റമലാനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞേ, എൻ്റെ ഭർത്താവിന് കൊടുത്തേക്ക്, അനക്ക് പുണ്യുണ്ട്. നോക്കണേ എന്തൊരു ജീവിതമായിരുന്നു. 3 കാര്യങ്ങളെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. റസൂല് പറയാ 3 കാര്യം കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ. ആണുങ്ങളോട് 300 കാര്യമാണ് പറഞ്ഞത്, 3000 കാര്യമാണ് പറഞ്ഞത്. സ്വർഗം കിട്ട പെണ്ണുങ്ങളോട് 3 കാര്യം. എന്ത് ഭാഗ്യവതികളാണ് നിങ്ങൾ. ആ 3 കാര്യം കൊണ്ട് സ്വർഗം. ഏതാ? ശരിക്കും നോട്ട് ചെയ്ത് എന്നിട്ട് ഇന്ന് പോയിട്ട് അങ്ങോട്ട് തിരുത്തിക്കളാ. എന്താണ് ആ 3 കാര്യം കൊണ്ട് സ്വർഗം? വെറും 3 കാര്യം. അത് ചിന്തിച്ചാ മതി. എന്താ? 1, 5 നേരം ഖളാകാതെ നിസ്കരിക്കുക. ഒന്ന് നോട്ട് ചെയ്യ്. നിസ്കരിക്കേണ്ട സമയത്ത് കേട്ടോ 5 നേരം ഖളാണ്ട് നിസ്കരിക്കുക. 2, അത് നോട്ട് ചെയ്തല്ലോ, 5 നേരം നിസ്കരിക്കുക. 2, റമദാനിൽ നോമ്പ് ഉപേക്ഷിക്കാതെ 30 ദിവസം നോമ്പ് നോൽക്കുക. 3-മത്തെ കേട്ടോളി, അതിലെ നമ്മളൊക്കെ പരാജയപ്പെട്ടു പോയത്, ഭർത്താവിനെ അനുസരിക്കുക. സ്വർഗം റസൂല് ഇനി ഇതോട് ചേർത്ത് വായിക്കണം. ആണുങ്ങളായ ഞങ്ങളോട് റസൂല് പറഞ്ഞെന്തറിയോ? നിങ്ങളുടെ സ്വർഗവും നരകവും നിങ്ങളുടെ ഉമ്മയും ബാപ്പയ്യാ. പെണ്ണുങ്ങളോട് റസൂല് പറഞ്ഞെന്തറിയോ? നിങ്ങളുടെ ഉമ്മയും ബാപ്പയും നിങ്ങളുടെ സ്വർഗം എന്നല്ല, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സ്വർഗവും നരകവും. സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളുടെ സ്വർഗവും നരകവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇന്നലെ എൻ്റെ എളാപ്പൻ്റെ മകൾക്ക് ഭർത്താവിനോടൊരു ചെറിയ പിണക്കായപ്പോൾ, ഇതൊക്കെ എന്തിനാ കുടുംബകാര്യം പറയണേ, നമ്മളൊക്കെ മനുഷ്യരാ കേട്ടോളി. ഞാൻ പറഞ്ഞു, മോളെ എൻ്റെ മാപ്പിള ഇങ്ങോട്ട് വിളിച്ചോ? ഇല്ല. ഈ വിളിച്ചോ? മൂപ്പര് വിളിക്കേണ്ടി ഞാൻ വിളിക്കൂല. ഒറ്റ പോയിന്റേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. മോളെ ഒന്ന് അങ്ങോട്ട് ഫോൺ ചെയ്തിട്ട്, നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾ എന്നോട് പറയേണ്ടതായിരുന്നു. ഏറ്റവും സന്തോഷമുള്ളൊരു ദിനം. ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലും നിങ്ങൾ ദൂരെയാണെങ്കിലും നിങ്ങൾ എന്നോട് പറയേണ്ടിയിരുന്നു. നിങ്ങൾ പറഞ്ഞില്ല. എന്നാലും നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഇജ്ജാട് ചോദിച്ചാളാ, ഒരു കുഴപ്പമില്ല. എന്നിട്ടൊരു ഹദീസ് പഠിപ്പിച്ചു കൊടുത്ത്, അത് ഞാൻ നിങ്ങൾക്കും പഠിപ്പിച്ചു തരികയാണ്. ആ ഹദീസ് എന്താണ് നിങ്ങൾക്കും ഞാൻ പഠിപ്പിച്ചു തരിക. ഭർത്താവ് തെറ്റി, ഭർത്താവിൻ്റെ ഭാഗത്താ തെറ്റ്, നിങ്ങൾക്ക് ഉറപ്പാ, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ഭർത്താവ് നിങ്ങളോട് കോപിച്ചാൽ പോലും റസൂല് പറയാട്ടോ, മുഹമ്മദ് നബി ഒരു നല്ല ജീവിതം പഠിപ്പിച്ച നബി, ഒരു നല്ല ജീവിതം ജീവിച്ച് കാണിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാട്ടോ. എന്താ പറഞ്ഞോ? ഭർത്താവിന് തെറ്റ് പറ്റിയാൽ പോലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതാ പെണ്ണിനോട് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് സ്വർഗത്തിന് വേണ്ടി. അതെന്താ അറിയോ? ഭർത്താവിൻ്റെ അടുത്ത് കിടപ്പറയെ ചെല്ലുക, എന്നിട്ട് അദ്ദേഹത്തിന്റെ 2 കൈയും ഇങ്ങനെ വെപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ 2 കൈയിലും നിങ്ങളെ കൈ ഇങ്ങ് പിടിക്കുക, വലത്തു കിടത്തു. ആ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് നിങ്ങളോട് പറയാൻ, എന്ത്, നിങ്ങൾ എന്നെ തൃപ്തിപ്പെട്ടിട്ടല്ലാതെ ഇന്ന് രാത്രി എൻ്റെ ഒരു പോള കണ്ണ് ഞാൻ അടക്കൂല. ആർക്കാ തെറ്റുപറ്റി ഭർത്താവിനാ. ഭർത്താവിനോട് ഭാര്യയോട് മാപ്പ് പറയാനല്ല റസൂല് പറഞ്ഞത്. ഭർത്താവ് നന്നാകാനും നിങ്ങളുടെ സ്നേഹം നല്ല ദൃഢമാകാനും പെണ്ണുങ്ങളോട് റസൂല് പറയാ, എന്ത്, തെറ്റ് ചെയ്ത ഭർത്താവിൻ്റെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടാണ് പറഞ്ഞാളാ, എന്ത്, നിങ്ങൾ ഇന്നെന്ന് തൃപ്തിപ്പെട്ടിട്ടല്ലാതെ ഞാൻ ഉറങ്ങൂല. അങ്ങനെ വാശി പിടിച്ചൊരു പെണ്ണിനോട് ഭർത്താവിന് കോപം ഉണ്ടാവോ? വീണ്ടും റസൂല് പറയാൻ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. എന്ത് അറിയോ? ഒരു ഭർത്താവിൻ്റെ പെരുവിരൽ മുതൽ തല വരെ നല്ല ചൊറി ബാധിച്ച് ചലവും നീരും ഒലിക്കാൻ മനസ്സിലാക്കണം നിങ്ങൾ. ചലവും നീരും ഒലിക്കുകയാണ്. ആ ചലവും നീരും ഭാര്യമാരോട് നാവ് കൊണ്ട് നക്കി തുടച്ചാൽ പോലും ഭർത്താവിനോടുള്ള കടപ്പാട് തീരൂല. നമ്മൾ ഭർത്താവിൻ്റെ ചലവും നീരും നക്കുന്നത് പോട്ടെ, ഭർത്താവ് കുടിച്ച ഗ്ലാസ് എടുത്തിട്ട് ഡെറ്റോൾ ഇട്ടിട്ട് അങ്ങനത്തെ കാലം പിന്നെ എങ്ങനെ ലോകം നന്നാവും? അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇന്നെടുത്ത ക്ലാസ് അതനുസരിച്ച് ഞാൻ ജീവിച്ച സ്വർഗം കിട്ടും, അതനുസരിച്ച് നിങ്ങൾ ജീവിച്ച നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ സ്വന്തത്തിലേക്കൊരു മടക്കയാത്ര ഒരായത്തൂടെ കേട്ടോളി, എന്നിട്ട് അത് കുറിച്ചെടുത്തിട്ട് ഇന്ന ആയത്ത് മനപ്പാടാക്കാൻ വീട്ടിൽ പോയിട്ട് ശ്രമിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഇഹ്തദൈതും. ഖുർആനിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദ 105-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും. സത്യവിശ്വാസികളെ, നിങ്ങളെ കാര്യം പ്രത്യേകം ഓർക്കണം. നിങ്ങൾ നരകത്ത് പോകാൻ നിങ്ങളെ തന്നെ കാത്തുകൊള്ളണം. നിങ്ങൾ സൂക്ഷിച്ചോളി നിങ്ങളെ കാര്യം. പരലോകണ്ട് നിങ്ങൾ സൂക്ഷിച്ചോളി, നിങ്ങളെ കാര്യം സൂക്ഷിച്ചോളി. ലാ യളുറുക്കും മൻ ദല്ല ഇദാ ഇഹ്തദൈതും. നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ നിങ്ങളെ വഴി വേപ്പിക്കാൻ ഒരാൾക്കും സാധിക്കൂല. വല്ലാത്തൊരു വാക്ക്, ഇലല്ലാഹി മർജിഉക്കും ജമീഅ. നിങ്ങൾ അല്ലാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത്. അന്ന് നിങ്ങളോട് കാര്യം ബോധിപ്പിക്കും. അതുകൊണ്ട് അവനവനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കാൻ ഈ ക്ലാസ് ഉപകരിക്കുമാറാകട്ടെ എന്ന് നിങ്ങളോട് പറയാൻ വിചാരിച്ചൊന്നല്ല, ഒരു കാര്യം കൂടി പറയാണ്. ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് കൂടുതൽ അസുഖത്തിന്
അള്ളാഹിൻ്റെ പരീക്ഷണ കാരണത്താൽ ഞാൻ അടിമപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇന്നലെ സംസാരിക്കാൻ കഴിയാതെ പാതി വെച്ച് നിർത്തി 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 വീണു പോകുന്നു ഞാൻ വിചാരിച്ചാണ്. അങ്ങനെ പ്രസംഗിച്ചാണ്. ഇന്ന് ഇനി 2 പ്രസംഗവും കൂടിയുണ്ട്. ആരോഗ്യത്തിനും ആയുസ്സിനും അറിവിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നല്ലൊരു സമൂഹം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിട്ടു. മക്കളെ കൂടെ കൂടുതൽ ജീവിച്ചിട്ടില്ല, ഭാര്യൻ്റെ കൂടെ പോലും കൂടുതൽ കഴിഞ്ഞിട്ടില്ല. ഈ ഒരൊറ്റ ഉദ്ദേശം, സമൂഹം മുഴുവനും നല്ല മനുഷ്യരായി കാണാനുള്ള മോഹം. അതുകൊണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഈ മോൻ്റെ പ്രായമുള്ള എന്നെ ഉൾപ്പെടുത്തണമെന്ന് ഉമ്മമാരോട്, വല്യമ്മമാരോട് ഞാൻ ആവശ്യപ്പെടും. നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. നമ്മളില്ലെങ്കിൽ, മുജാഹിദ് പ്രസ്ഥാനം ഇല്ലെങ്കിൽ മുസ്ലിങ്ങളൊക്കെ വിഗ്രഹാരാധകരായിപ്പോവും, ചെമ്മാടികളായിപ്പോവും. അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നലെ എപ്പിനെ വിളിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ. എൻ്റെ ഗുരുനാഥനായിരുന്നു എപ്പി. അവരൊക്കെ ഇനിയും ഒരുപാട് കാലം ജീവിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب اللهم يا مقلب القلوب ثبت